എവരിവൺ, വെൽക്കം ബാക്ക് ടു ട്രാവൽ ട്രാപ്പ്. നമ്മളിപ്പോൾ ഇന്നുള്ളത് മൂന്നാറിലാണ്. മൂന്നാർ നമ്മൾ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് കുറേ സ്ഥലങ്ങളിലെല്ലാം പോയി പല പല സ്ഥലങ്ങളിൽ ആക്ടിവിറ്റീസ് ചെയ്ത് അതിനൊന്നും അല്ല ഫുൾ ചിൽ ഔട്ട് മൈൻഡിലാണ് വന്നിരിക്കണം. എറണാകുളത്തുള്ള മിക്ക ആൾക്കാരും ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമാണ് ഈ പറഞ്ഞ മൂന്നാറിൽ ഞാനും പലതവണ പോയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ പോയത് ഒരു വെറൈറ്റി ഒരു സ്റ്റേ ആയിരുന്നു, ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ഈ മൂന്നാറിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്ക് അവിടെ നിർത്തിയിട്ടേക്കുവാണ്. ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനൊന്നുമല്ല, മെയിൻ ആളുടെ ഡ്രോൺ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രോൺ ഷോട്ട് ഇല്ലാത്ത എന്ത് പരിപാടി മക്കളെ. ഡ്രോണിന്റെ ഒരു സെറ്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, സെപ്പറേറ്റ് എല്ലാ അക്സസറീസും ഉണ്ട്. പിന്നെ കാണിക്കുള്ളൂ. നമ്മളുടെ ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമില്ലേ, അതിൻ്റെ ആ റിസർവോയറിൻ്റെ ആ ഒരു അരികത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി. പോരാത്തതിന് അതായത് ഒരു മലയുടെ മേളിൽ ഇരുന്നിട്ട് നേരെ വ്യൂ ഈ പറഞ്ഞ ഡാമാണ്, മാട്ടുപ്പെട്ടി ഡാമാണ്. ഇത് ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണത്തേൻ ഹിൽസിൻ്റെ ക്വാർട്ടേഴ്സ് ആയിരുന്നു ശരിക്കും. ഇത് ബുക്ക് ചെയ്യണതും അവരുടെ ആ ഒരു ആപ്ലിക്കേഷൻ, അതായത് അവരുടെ വെബ്സൈറ്റിൽ കയറി മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇത് ബുക്ക് ചെയ്യേണ്ട ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊന്നൊരു ബെസ്റ്റ് ടൈമിലാണ്, അതായത് നമ്മളുടെ മൂന്നാർ ആരും വരാത്ത ചീയപ്പാറ വാട്ടർഫോൾസ് എന്ന് കാണിച്ചു കൊടുത്ത്. വെള്ളം എന്നൊരു സാധനമില്ല, അത്രക്ക് ട്രൈ. ഓഫ് സീസൺ എന്ന് വെച്ചാൽ ഇതാണ് ഓഫ് സീസൺ. മൂന്നാറിൽ ഇച്ചിരിയെങ്കിലും നടപ്പുണ്ടാവും. നമ്മളുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചാൽ ബംഗ്ലാവാണ്, മൂന്നാറല്ല. ഇനി അങ്ങനെ പറയാല്ലേ. അതെ, റിസോർട്ടിലേക്കുള്ള വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ നമ്മളുടെ ഒരു ടീ ഫാക്ടറി ഉണ്ട്. ടീ ഫാക്ടറിയുടെ നേരെ ഓപ്പോസിറ്റ് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്, മാട്ടുപ്പെട്ടി ലേക്ക് വ്യൂ കോട്ടേജ്. അവിടെ നിന്നാണ് ഈ അങ്ങാടുള്ള റോഡ് എങ്ങനെയാണുള്ളത്. ഇതുവരെ നല്ല കിടില റോഡായിരുന്നു. പിന്നെ നമുക്ക് അങ്ങാടുള്ള റോഡ് നോക്കാം. ഉള്ളത് ചെറിയ റോഡാണ്. ഒരു അപ്പുറത്തൊരു വണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ റോഡാണ്. ഇത് നേരെ മാട്ടുപ്പെട്ടി ഡാമിന്റെ മേളിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം അണ്ണൻ്റെ അടുത്തൊന്ന് ചോദിച്ചത്. മാട്ടുപ്പെട്ടി ലേക്ക് വ്യൂ കോട്ടേജ് എവിടെ കിലോമീറ്റർ? 1 കിലോമീറ്റർ, 3 കിലോമീറ്റർ ആണെന്നാണ് പറഞ്ഞത്. റോഡ് എനിക്ക് തോന്നുന്നു മെയിൻ്റനൻസ് ഒന്നും ഇല്ലെന്നുണ്ട്. നമ്മൾ വന്ന വഴിക്ക് നേരത്തെ പറഞ്ഞ ഒരു ടീ ഫാക്ടറിയാണ് ഈ കാണുന്നത്. അടിപൊളി വ്യൂ ഉണ്ട്. ഇതൊരു സൈൻ ബോർഡായിട്ട് എപ്പോഴും എടുത്താൽ മതി കടകളുടെ റണ്ണിങ്ങിന് വേണ്ടി. റോഡിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞില്ലേ, ഇതാണ് റോഡിൻ്റെ സിറ്റുവേഷൻ. പക്ഷേ ഒരു 850 മീറ്ററുള്ള കേട്ടോ. ആ കാണാണ് മാട്ടുപ്പെട്ടി ഡാം കേട്ടോ. അത് ആ കാണാണ് നമ്മുടെ കോട്ടയം. നൈസ്. ആ നമ്മുടെ അണ്ണയോടെ നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പൊ ഇത് ആ സൈഡ് കണ്ടോ, അപ്പേ അതിലെ കൂടിയാണ് ആന പോകുന്നു പറഞ്ഞത്. ഒരു ആനയും കൂടി ചുറ്റിരുന്നെങ്കിൽ പൊളിയായിരുന്നു.
നമ്മളങ്ങനെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. റിസോർട്ട് നോക്കുന്നത് ചേട്ടനാണ്. ചേട്ടൻ്റെ പേരുന്നേന്ന് സമ്പത്ത്. പുള്ളിയാണ് ഇവിടുത്തെ ഫുൾ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഈ റിസോർട്ടിനെ കുറിച്ച് ചേട്ടാ എത്ര വർഷത്തെ പഴക്കമുണ്ട് ഇത്? വെള്ളക്കറങ്ങ കളത്തിലൊക്കെ കെട്ടുന്നത് സായിപ്പ് എന്ന് വെച്ചാണ്. അപ്പോൾ എങ്ങനെ നല്ലൊരു 100 വർഷം പഴക്കമുണ്ട്. ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടോ? 100 വർഷം പഴക്കമുള്ള കാരണം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പഴയ ഒരു കോട്ടേജ് ആണ്. ഈ കോട്ടേജിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിനേഴ്സ് പണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് അവർ വെച്ചതാണ്. അത് കഴിഞ്ഞ് കണ്ണൻദേവന്റെ മാനേജേഴ്സ് ആയിരുന്നു ഇവിടെ താമസിച്ചത്. ഇത്രയും കിടിലൊരു സ്റ്റേ വേറെ ഉണ്ടാവില്ല. ഇത്രയും നല്ല ആംബിയൻസിൽ ഇത്രയും പഴക്കമുള്ള ഒരു പ്രേതം വൈബും കൂടി വേണമായിരുന്നില്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും റൂം ടൂറിന് ചെയ്തോളാം. അപ്പോൾ എന്തായാലും താങ്ക് യു. നാളെ വരെ ഉണ്ടാവില്ല ചേട്ടനവിടെ. യെസ്, നമുക്ക് റൂം ടൂർ ചെയ്യാം. അപ്പോൾ റൂം ടൂർ ചെയ്താലോ? നമുക്ക് റൂം ടൂർ ചെയ്യാം. പക്ഷെ ഞാൻ ഈ ഡോർ ഇപ്പോൾ തുറക്കില്ല. എനിക്ക് അതിനേലും മുന്നേ ഇവിടെ വന്നിട്ട് ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തൊരു സംഭവമുണ്ട്. അത് കാണിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ റൂം കാണിക്കുള്ളൂ. കമോൺ. വീട്ടിലെന്ന് തന്നെയുള്ളത്. ഞാൻ ഇത്ര നാളും മൂന്നാർ വന്നിട്ടും ഇങ്ങനത്തെ ഒരു വ്യൂ ഉള്ളിടത്ത് താമസിച്ചിട്ടേ ഇല്ല. പല പല സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും ഇതെനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. ഒന്ന് അടുത്തൊന്ന് കാണിക്കിച്ചാ. എന്താണ് ടീംസ് എല്ലാം ഇവിടെ ഇപ്പുണ്ട്. എല്ലാവരും ഇപ്പോഴും കിട്ടുള്ളേ. അതാണ് ഉള്ളിന്ന് ഒന്നുണ്ട. ഇത് കണ്ടതേ അമ്മമാരുടെ മെയിൻ സ്പോട്ട്. അമ്മ എന്താണ് ടോയ്ലറ്റിലേക്കാണോ അല്ലെങ്കിൽ ഫ്ലവറാണോ നോക്കി പോണോ? അവക്കാടോ എന്ന് തോന്നുന്നു. അവക്കാടോ ആണോ? അവക്കാടോ ഇവിടെ വളരൂല. സൂര്യാന്തിയൊക്കെ ഉണ്ടല്ലോ. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പറയല്ലേ, ഇത് തന്നെയാണ് ഈ റിസോർട്ടിൽ കാര്യം. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 ദിവസം ശരിക്കും പറഞ്ഞാൽ നിൽക്കണം. സാറ്റർഡേ ബുക്കിംഗ് കിട്ടാത്ത കാരണമാണ് നമ്മൾ ഒരു ദിവസത്തേക്ക് ആക്കിയത്. അത് പഴയ കാലത്തെ കാർ ഷെഡാണ് ഈ കാണുന്നത്. വേണ്ട എന്ത് രസം നോക്കിയേ. വേറൊരു പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ, ഏതൊരു ഇങ്ങനത്തെ വ്യൂ ഉള്ള ഒരു റിസോർട്ടിൽ ചെന്നാലും കാർ കൊണ്ടുവരെ എടുത്തിട്ടിട്ട് നല്ല നടപ്പ് നടക്കണം. അതിൻ്റെ ആവശ്യമില്ല. വേണ്ട, വണ്ടി നമ്മുടെ മുമ്പ് വരെ എത്തി. അതാണ് ഏറ്റവും പ്രത്യേകത. പിന്നെ വേറെ ഒരു മനുഷ്യനും ഇല്ല. ഓൺലി നമ്മൾ മാത്രം. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ അവർ താമസിക്കുന്ന ഒരു ഇത് നമ്മുടെ ഫുഡും സാധനങ്ങളും എന്തായാലും കൊണ്ടുപോകണം. ഇവിടെ അടുത്ത് കട പോയിട്ട് ഒരു സാധനം പോലും ഇല്ല. അപ്പോൾ കാരണം എല്ലാ സാധനവും കൊണ്ടുപോകണം. നല്ല രസമുണ്ടല്ലേ ഇത്? ഹലോ, റൂം ടൂർ എന്ന് പറഞ്ഞാൽ റൂം ടൂറും കൂടി ചെയ്യാൻ എങ്ങനെയാണെങ്കിൽ അതും കൂടി ചെയ്യാം. കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറൊരു ചേച്ചിയും കൂടി ഉണ്ട് ഇവിടുത്തെ ഫുൾ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ആ ചേച്ചി ഇപ്പോഴും പണിയിലാണ്. വാട്ടറിങ് ഒക്കെയാണ്, ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലേ? നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഹലോ. അപ്പോൾ റൂം ടൂർ നമുക്ക് എന്തായാലും റൂം ടൂർ കാണാം. റൂം ടൂർ ചെയ്ത് വല്ലാതെ അങ്ങ് വെറുപ്പിക്കുന്നില്ല. ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് കാണിക്കും. ബാക്കി നിങ്ങൾ ഇവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യും. ഡീറ്റെയിൽസ് എല്ലാം അല്ലേ? ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഈ ടൂറിനകത്ത് പപ്പയുണ്ട്, പിന്നെ അമ്മ, പിന്നെ നമ്മുടെ പയ്യൻ പുറത്തേക്ക് ഉള്ളൊരു പ്ലാനിലേക്കാണ് അളിയൻ. അപ്പം എന്താ ഞാൻ എഴുതുവാണേ. നമ്മളുടെ ലിവിങ് ഏരിയ ഇത് മറ്റേതല്ലേ, ചിമ്മിണി എന്നല്ലേ അതന്നെ. അത് ഒത്തിരി തണുപ്പുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ബെയറബിൾ തണുപ്പേ ഉള്ളൂ. ബെയറബിൾ എന്നും പറയാനില്ല, ഓക്കെ തണുപ്പ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഓണറിനെ നെയിം കണ്ട, കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ. ഇത് റൂം നമ്പർ 1. ഇത് നല്ല വലിയൊരു റൂമാണ്. ഈ റൂമിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സിങ് റൂമും കൂടി ഉണ്ട്. ഏരിയ കുറച്ചും കൂടി ഇതുണ്ടോ, ഡ്രസ്സിങ് ഏരിയയും കൂടി ഉണ്ട്. പ്ലസ് ബാത്റൂം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ബാത്റൂമാണ്. നല്ല സ്പേഷ്യസ് ബാത്റൂമാണ്. രണ്ടുപേരും ഒരുമിച്ച് പോകട്ടെ. കുളിമുറിയും ബാത്റൂം ടോയ്ലറ്റും ഡിഫറെൻ്റ് ആക്കിയാണ് വെച്ചിട്ടുള്ളത്. എല്ലാ റൂമിലും ഉണ്ട് കേട്ടോ. അത് ഭയങ്കര തണുപ്പൊക്കെ ഉള്ളപ്പം ചെയ്യാനായിരിക്കും. എത്ര റൂംസ് ഉണ്ട് മൊത്തം നമുക്ക് ഈ കോട്ടേജിൽ? നമ്മൾ 2 റൂമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എനിക്ക് 2 ഉള്ളതെന്ന് തോന്നുന്നുണ്ടോ. ഇവർക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. ആ ലിങ്ക് ഞാനിടാം. ഇതിനകത്ത് ഇത് ഒരു മാട്ടുപ്പെട്ടി വ്യൂ കോട്ടേജ് എന്ന് പറഞ്ഞൊരു കോട്ടേജ് മാത്രമാണ്. ഇനിയും കുറേ കോട്ടേജ്. ഇതിനകത്ത് 2 റൂംസേ ഉള്ളൂ. ഇത് ഡൈനിങ്, അഗെയിൻ ഇത് സെക്കൻഡ് റൂം. ഇത് മറ്റേ റൂമിനെല്ലാം വെച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് കുഞ്ഞു റൂമാണ്. ബട്ട് നൈസ്, സ്പേഷ്യസ് ആണ്. ഡ്രസ്സിങ് ഏരിയ ഇല്ലേ ഇതിനകത്ത്,
ഒരു ചെറിയ വാഷ്റൂം കാണിക്കണ്ടല്ലോ. പിന്നെ അത് കൂടാതെ ഇത് കണ്ട നമ്മുടെ ഫുഡ് നമുക്ക് വൈകിട്ടത്തേക്ക് പറയാൻ പറ്റും. ഫുഡ് നമ്മൾ പറഞ്ഞേക്കണേ ചപ്പാത്തി ചിക്കൻ കറി അല്ലേ നമ്മൾ പറഞ്ഞേക്കണം. യെസ്, പുള്ളി തന്നെയാണ് കുക്ക് ചെയ്യണത്. സ്റ്റാർട്ട് ചെയ്യണം നമ്മളുടെ ഫുഡാണ് കുക്ക് ചെയ്യണം. യെസ്, അടിപൊളി അടിപൊളി അടിപൊളി. ബ്രേക്ക്ഫാസ്റ്റാ ഇഡ്ഡലി എന്ത് വേണമെങ്കിലും അവൈലബിൾ ആണ്. ഓക്കെ. ഗസ്റ്റ് അധികം വരാറുണ്ട് ഇവിടെ? ഗസ്റ്റ് വരുന്നുണ്ടല്ലേ? യെസ് യെസ് യെസ്. അപ്പോൾ എന്തായാലും കിടിലൻ കോട്ടേജ് ആയിട്ട് അടിപൊളി കോട്ടേജ്. ഇവിടെ ആന നമ്മുടെ ഈ കോമ്പൗണ്ട് പുറകിലാണോ വന്ന ആന? ഇതിന്റെ പുറകിൽ. ഇപ്പൊ ഇന്ന് ലാസ്റ്റ് ദിവസം നിങ്ങൾ പറഞ്ഞ ഏത് റിസോർട്ടിലാണ് അത് പൊട്ടിച്ചളഞ്ഞെന്ന് പറഞ്ഞ ആന? ഈടൊക്കെ എസ്റ്റേറ്റിൽ. നമ്മളൊരു വീഡിയോയില്ലേ അവിടെ താഴയിലില്ലേ ആ ഭാഗത്ത് അവിടെ ആന വന്നിട്ട് ഇങ്ങനെ കാണിച്ചായിരുന്നല്ല. വന്നിട്ടുണ്ടല്ലേ? നമുക്ക് ആറപ്പ ഇടണ സേഫ് തന്നെയല്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഉള്ളിലേക്ക് ഇട്ടിടണ ആന കുഴപ്പമില്ലേ? എന്നാലും പുറത്തേക്ക് പോകരുതല്ലേ രാത്രി വരുമ്പോൾ? ഈ ഏരിയയിൽ ആന കൂടുതലാണല്ലേ? അപ്പോൾ ഈ റിസോർട്ടിൽ വന്നവരെല്ലാവരും ശ്രദ്ധിക്കുക. മെയിനായിട്ട് ഈ ഏരിയയിൽ ആനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗേറ്റിൻ്റെ അകത്തേക്ക് ഇവിടെ അകത്തേക്ക് വരില്ല എന്നുള്ള ഒരു 100% ഉറപ്പല്ലേ? ഉറപ്പാണ്. ആ ചേട്ടൻ ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നിർബന്ധമായിട്ടും ഈ റിസോർട്ടിൻ്റെ അകത്ത് തന്നെ രാത്രി എന്തായാലും നമ്മൾ എൻജോയ് ചെയ്യാനുള്ള വന്നത്. അപ്പോൾ ഇവിടെ തന്നെ തകർക്കുക, അതാണ് ഏറ്റവും നല്ലത്. വെറുതെ അങ്ങോട്ട് ആനേനെ അങ്ങോട്ട് പോയി കണ്ട് പണി വാങ്ങരുത്. ഓക്കെ ഏട്ടാ, താങ്ക് യു. അവർ ഇൻഫർമേഷൻ പറഞ്ഞത്. കാർ അടിച്ചു വിളിച്ചോ? ആ അടുത്താണത്, പക്കമാണത്. ഓക്കെ. ആ അവിടെ അല്ലേ, മെയിൻ റോഡിൽ. അപ്പൊ ഈ ഏരിയയിൽ ആന വരാറുണ്ടല്ലേ? വന്നിട്ടില്ല, പക്ഷെ വരാം. ഈ റിസോർട്ടിൽ നിന്ന് ആനേനെ കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലാതെ? നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് ആ ഏരിയയിൽ വരും അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും സേഫ് ആയിട്ട് തന്നെ ഇരിക്കാം. നിങ്ങൾ എന്തായാലും പുറത്തേക്കൊന്നും പോകുന്നില്ല. അപ്പൊ അമ്മേ ഒരു നല്ലൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ട്. നല്ലൊരു ചോദ്യമല്ല, സത്യസന്ധമായ ഉത്തരം പറയണം. ഒരിക്കലും ഒരു പ്രൊമോഷൻ ആകരുത്. കാര്യം ഇതിനകത്ത് നമുക്ക് പേയ്മെന്റ് ഒന്നും കിട്ടുന്നൊന്നുമില്ല. എങ്ങനെയുണ്ട് കോട്ടേജ്? മൂന്നാറ് വന്നിട്ട് കണ്ടിട്ടില്ല. അവിടെ ഞാനിതൊന്നും കണ്ടിട്ട് കൂടിയില്ല. ഇവിടെ വന്നിട്ട് അട്ടം കിട്ടിയായിരുന്നു, അട്ടയുടെ കടിയും കിട്ടിയായിരുന്നു. സ്വർഗമല്ലേ? അടിപൊളി, സൂപ്പറാണ്ടാ. ആ പ്ലാൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇവിടുത്തെ ഏറ്റവും വലിയൊരു എന്ത് രസം കാണാനായിട്ട്. അതല്ല പ്രത്യേക ഒരു സുഖമല്ലേ? ഒരു നല്ലൊരു നമ്മ ഒരു ദിവസത്തേക്ക് നമ്മുടെ കുബേരൻ സിനിമയിലെ പോലെ പണക്കാടി. ഓൾമോസ്റ്റ് ഒരു 7 മണിയായിട്ടാ. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല ഇവിടെ ഇത്രയും തണുപ്പുണ്ടാവുന്നു. മുകളിൽ വന്നപ്പോഴേക്ക് അത്യാവശ്യം നല്ല തണുപ്പും ഈ ആംബിയൻസ് കണ്ട. ഈ മൊബൈൽ ശരിക്കും പറഞ്ഞാൽ പകർത്താൻ പറ്റുള്ള നേരിട്ടുള്ള ആ ഒരു വ്യൂ. ഇത്രയേറെ തമാശ കളിച്ചിട്ടിരിക്കണേന്നിട്ടാ. ഇവിടെ കുറച്ച് ഇത്തിരി തീ പോലെ കണ്ടപ്പോഴത്തേക്ക് നമ്മളോടത്ത് ഒരു ചെറിയ കാര്യം വന്നു. പക്ഷെ അത് ആദ്യം ആരും കത്തിച്ചേക്കുന്നത് വിചാരിച്ചു, വെറുതെ എന്തെങ്കിലും ചെറുതായിട്ട് കത്തിച്ചേക്കുന്നത്. ഇപ്പൊ കയ്യിൽ നിന്ന് പോയിട്ട് അവിടെ കരച്ചിൽ കേൾക്കണ്ട്. എന്താ പ്രശ്നം? ഈ ട്രിപ്പ് ഒരു ട്രാജഡി ആവും. അപ്പുറത്ത് ആരോണ്ട് ചെറുതായിട്ട് കത്തിച്ചാണെങ്കിൽ ചിലപ്പോൾ കത്തിപിടിച്ചേക്കുമല്ലേ? അവിടെ ആൾക്കാരുടെ ഒച്ചയൊക്കെ കേൾക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞ ഇവിടെ കാത്തുനിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ആന വരും, ആനേനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കാത്തുനിന്ന്. അപ്പൊ ചെറിയൊരു സ്പാർക്കാണ് അവിടെ തുടങ്ങിയത്. ആ സ്പാർക്ക് ഇപ്പം നല്ല ശരിക്കും ഇവിടെയൊക്കെ മൊത്തം പുകയുടെ സ്മെല്ലേ മൊത്തത്തിൽ. ഡിന്നർ അടക്കം നമുക്ക് ഇവിടെ നിന്ന് കുക്ക് ചെയ്ത് കിട്ടും. പക്ഷേ പേബിളാണ്. നല്ല അടിപൊളി ചിക്കൻ കറിയും കിട്ടിയായിരുന്നു. ചപ്പാത്തി നമ്മൾ എത്രയാണ് വേണ്ടതെന്നൊക്കെ വെച്ച് പറഞ്ഞാൽ മതി അവർക്ക്. ചിക്കൻ കറി 1/2 കിലോക്ക് 500 രൂപയാണ്. ഇപ്പൊ നമ്മൾ 5 പേരുള്ള കാരണം 1 കിലോ പറഞ്ഞു. പക്ഷെ 1 കിലോ ഇത്തിരി കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടാണ്. 1000 രൂപ ചപ്പാത്തി എല്ലാം കൂടി 1500 രൂപയുള്ളൂ. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് എന്തായാലും അമ്മ ഉണ്ടാക്കിയതാണ്. നമ്മൾ ഉച്ചക്ക് തിന്നതിന് ബാക്കി, അതുകൊണ്ട് ടേസ്റ്റ് വീട്ടിൽ നിന്ന് തന്നെയാണ്. അത് വേറെ കാര്യം. നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. നാളെ അത് ഇൻക്ലൂഡഡ് ആണ്. അത് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ
നമ്മൾ ആ ടൈം ലാപ്സ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ നടക്കാനുള്ള നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത്. അതിൽ കൂടി ഇങ്ങനെ നടന്ന് നമ്മൾ ആ ഡാം വരെ എത്താൻ വേണ്ടി ശ്രമിക്കണം. പക്ഷെ നല്ല നടപ്പുണ്ട് ഇപ്പോൾ. അതായത് ശരിക്കും പറഞ്ഞെങ്കിൽ ഓഫ് സീസൺ ആയിട്ട് പോലും നല്ലത്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ട്. ഇപ്പം ഈ വെയിൽ വന്നപ്പോഴാണ് ഒരു ഇത്തിരി കുറഞ്ഞത്. വ്യൂ ആണ്, നമ്മുടെ കോട്ടേജാണ് ആ കാണുന്നത്, നേരെ അവിടെ കാണുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ കറങ്ങി നേരെ ഡാമിലേക്ക് എത്താൻ ശ്രമിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഈ വണ്ടി കയറിയാലോ നമുക്ക്? ഓ പറത്തിക്കളഞ്ഞ പൊടി. നമ്മൾ നടന്നവിടെ ചെല്ലുമ്പോഴത്തേക്കും അണ്ണൻ അവിടെ നമുക്ക് വേണ്ടി പൂരി ബജി അല്ല എന്ത് സാധനം ഉണ്ടാക്കാമെന്ന് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നടന്നു പോണത്. അല്ല തിരിച്ചു വരുമ്പോഴേ വല്ല തട്ടുകട ഉണ്ടാക്കാറ്. ഇവിടെ തട്ടുകട വിട്ടൊരു സാധനമില്ല കേട്ടോ. ഇവിടെ ഒരു എന്താ പറയുക കുറച്ച് അപ്പൂപ്പന്മാർ കൂടി നിന്നിട്ട് ചായ പിടിക്കണം ആ ഒരു സെറ്റപ്പ് പോലും ഇല്ല ഇവിടെ. ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മൾ ഇന്നലെ കുറേ നേരം കാത്ത് നിന്ന്, അതായത് 2-3 പേര് പറഞ്ഞായിരുന്നു ഇങ്ങനെ രാത്രി ആകുമ്പോഴത്തേക്കും ആന വരും, ആ ഒരു അരുവിയുടെ വെള്ളം കുടിക്കാൻ വരുന്നത്. പക്ഷെ നമ്മളൊരു ആനേനെ പോയിട്ട് ഒരു പട്ടിക്കുഞ്ഞിനെ പോലും ഇവിടെ കാണാൻ പറ്റിയില്ല നമുക്ക്. ആ കാട്ടുതീ വന്നതിന്റെ അല്ലേ? അപ്പോൾ അതൊരു റീസൺ ആണ്. ശരിക്കും പറഞ്ഞാൽ തീ വന്നു കഴിഞ്ഞാണെങ്കിൽ ആന വരില്ല എന്നിങ്ങനെ പറയാറുണ്ട്. അങ്ങനെ വരില്ല, അങ്ങനെയല്ല തീ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കാട്ടുതീ നല്ലോണം സ്പ്രെഡ് ആയിരുന്നു. നമ്മൾ ആ മൊബൈലിൽ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും നല്ല ശരിക്കും വന്നായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ 2 മണിയൊക്കെ ആയപ്പോൾ കിടന്നോളായിരുന്നു. 2-2:30 നമ്മൾ കിടന്നായിരുന്നു. അപ്പോൾ ഈ റിസോർട്ടിൽ വന്നവർ എപ്പോഴും ആനനെ കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ വരുന്നത്. പൊതുവേ നമ്മളിങ്ങനെ എന്തെങ്കിലും കാണാൻ പോകാന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ കിട്ടാറില്ല. ലക്ക് ബൈ ചാൻസ് ആയിട്ട് എല്ലാം കാണാറില്ല നമ്മൾ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ആനേനെ കണ്ടേ ഇരിക്കൂ എന്നുള്ളൊരു തീരുമാനത്തിൽ ഒരിക്കലും വരരുത്. ചിലപ്പോൾ കാണാൻ പറ്റും, ലക്കാണ്. കാണാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ പോണ വഴിക്ക് ഏതെങ്കിലും മൃഗശാലയിൽ കയറി കാണുക. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ വോക്ക് ചെയ്ത് ഏകദേശം ഓൾമോസ്റ്റ് താഴേക്ക് എത്താറായി. അപ്പോൾ താഴെ എത്തിയിട്ട് തിരിച്ച് കയറാൻ പറ്റില്ലെങ്കിൽ വല്ല ഓട്ടോ കത്തിക്കണം. നടക്കൂല, ഇത്രയും കയറ്റം നടക്കൂന്ന് എന്നെ കൊണ്ട് നടക്കൂല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പൊക്കെ വന്നിട്ട് രാവിലെ നടക്കാൻ പോണേ. ഞാൻ പൊതുവെ ട്രിപ്പ് വന്നാൽ ഞാൻ രേഷ്മയും കൂടി വന്നാൽ പോലും ഞങ്ങൾ രാവിലെ ഒരു 11 മണിയാകുമ്പോൾ എണീറ്റ് സൺറൈസ് 11 മണിക്ക് കണ്ട് നമ്മൾ ഓൾമോസ്റ്റ് താഴേലെത്തി. ഇതുണ്ട് ആ അരുവിയുടെ മേളിൽ കൂടി, അതായത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മേളിൽ കൂടി ആ മഞ്ഞോളം ഉണ്ട്. ഇന്നലെ രാത്രി നല്ല മഞ്ഞുണ്ട്. ഇതുണ്ട് എല്ലാ തേയിലയിലും എല്ലാത്തിനകത്ത് ആ ഇലയിലും മൊത്തം വെള്ളമാണ്. ഇതുണ്ട നൈസ്. ഇത് ഓഫ് സീസൺ ആയിട്ടാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ആ ഒരു ടോപ്പിലിരിക്കണം. ഈ ഭാഗത്ത് നല്ല മഞ്ഞുണ്ട്. പിന്നെ ഇതില്ല, കൂടുതൽ വണ്ടികളൊന്നും പോകുന്നില്ല. അതാണ് എനിക്ക് തോന്നുന്നു ഇത്തിരിയും കൂടി പ്ലസൻ്റ് ആണ് ഇവിടുത്തെ ക്ലൈമറ്റ്. താഴെ എത്തിയിട്ടാ, ഇത്തിരിയും കൂടി നടന്നാൽ നമ്മൾ ഏറ്റവും അടിയിലെത്തും. ആ നീന്തിയ നല്ല രസമായിരിക്കും. പിന്നെ നിലവിളി ശബ്ദമിടൂ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് നമ്മളെ കൊണ്ടുപോണ്ടി വരും ഇവിടുന്ന്. കൺഫേം ആയിട്ടും അട്ട റെഡിയാണ്ട. എന്തായാലും ആരെങ്കിലും ഒരാളെങ്കിലും റെഡി ചെയ്ത് എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ളു. ഞാൻ നീ ട്രൗസറാണല്ലേ. നൈസ്. വലിയ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. കണ്ട കോടമഞ്ഞ് ഇങ്ങനെ വെള്ളത്തിന്റെ മേളിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട. രസമല്ല അത് കാണാൻ വേണ്ടി. നമ്മളങ്ങനെ ഓൾമോസ്റ്റ് താഴെയിലെത്തി. മറ്റേ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ആ ഒരു റിസർവോയറിലേക്ക് എത്തി. അടിയിലേക്ക് ഇറങ്ങുന്നില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിസ്ക് ഫാക്ടർ കൂടുതൽ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വല്ല മണ്ണിടിച്ച് അതിനകത്തേക്ക് പോയാൽ ആഴം എന്തോരം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. നമുക്കിത് തിരിച്ചു പിടിക്കാം. നമ്മുടെ റിസോർട്ട് അവിടെ ഏറ്റവും മേളിലാണത്. നമുക്ക് അതിലെ കൂടി ഒരു വഴി കണ്ടെടുത്തി അതിലെ കൂടി അവിടെ എത്തണം. എന്തായാലും ഒരു ബ്യൂട്ടി തന്നെയുണ്ട് ഇത്. കണ്ട നമുക്ക് നല്ലൊരു ആംഗിളും, ഏത് ആംഗിളിൽ വെച്ചാലും നല്ല ഒരു കിടിലൊരു വ്യൂവും കിട്ടുന്നുണ്ട്. ഒരു രസം കണ്ട സൺറൈസ് ആയപ്പോഴത്തേക്ക് ആ ഒരു കോട്ടേജിൻ്റെ. നമ്മൾ രാവിലത്തെ പരിപാടികളെല്ലാം വാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. സെറ്റായ ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാ കോംപ്ലിമെന്ററി തന്നെയല്ലേ? അതെ, കൺഫേം ആണല്ലേ? എല്ലാ ഹോട്ടലിലും കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. രാവിലെ എണീക്കാത്ത ആൾക്കാർ പോലും ഈ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാവാതിരിക്കാനാണ് എണീക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇത് ആസ് യൂഷ്വൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, ബ്രെഡും ബട്ടർ ജാമുണ്ട്. പിന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് അടുത്തത്? പിന്നെ വലിയ ഇതിൽ ഇഡ്ഡലി, സൗത്ത് ഇന്ത്യൻ ഡിഷ്, മുഖ്യം പിക്കില്. കറി എന്തൊക്കെയാണുള്ളത്? പിന്നെ ചിക്കൻ കറി ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചത് കൊണ്ട് നമുക്ക് ഇന്ന് കിട്ടി. ചിക്കൻ കറി കിട്ടി.
ചമ്മന്തി. മൈ ഫേവറേറ്റ് വൈറ്റ് ചമ്മന്തി. സാമ്പാർ ഇഷ്ടമല്ലാത്ത സാമ്പാർ. എനിക്കിഷ്ടം സാമ്പാർ. ഒരാൾ റെഡി ആയിരിക്കണേണ്ട കഴിക്കാൻ വേണ്ടി. അമ്മ ചായ ഉണ്ടോ അമ്മേ? പിന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് വേണ്ടി അവിടെ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കണ്ടായിരുന്നു അതുവഴി ഇങ്ങനെ പാസ് ചെയ്തപ്പോ. ആണാ? എല്ലാം നോക്കി. വേണമെങ്കിൽ ഒരു റൗണ്ട് പോയി നോക്കിയിട്ട് വന്നോ. അതെ നോക്കട്ടെ. എന്നാ ഓംലെറ്റാ? ഇത് കോഴിയുടെ അല്ലേ? അടിപൊളി അടിപൊളി. കുറെ സംഭവങ്ങളുണ്ടല്ലോ, വെറൈറ്റീസ്. താങ്ക് യു സോ മച്ച്. സാധനം നല്ല നല്ല വൈബുള്ള ഓംലെറ്റ് ഉള്ള കുറേ ഡിഷസ് ഉണ്ട്. ഇതൊക്കെ അറ്റാക്ക് തുടങ്ങിയല്ലേ രേഷ്? നമ്മൾ അടുത്ത ആൾക്കാരുള്ള സാധനം വാങ്ങാൻ പോയി വന്നു. ഓക്കെ അണ്ണാ, താങ്ക് യു സോ മച്ച്. ബൈ. பயங்கர டிராபிக். ട്രാഫിക്കാ? കീലേ? ഓ அதுக்கு தான் நம்ம நேரத்துல கடைக்கு போயிட்டு வந்தோம். ഓക്കെ. ഗസ്റ്റ് എടുക്കാ ഇപ്പൊ? கெஸ்ட் வராங்க. ഫുഡെല്ലാം നല്ല ஓகே மேம். ബൈ ബൈ. ഓക്കെ അണ്ണാ, ബൈ ബൈ. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാനുള്ള ടൈമായി. 11 o'clock ചെക്ക് ഔട്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് തന്നെയാണ്. എനിക്ക് സംശയമുള്ളവരോ നേരത്തെ ഞാൻ ചോദിച്ചത്, അത് ഇൻക്ലൂഡഡ് തന്നെയാണ്. നല്ലൊരു എന്താ പറയുക ഹെവി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു. അതെ, അപ്പോൾ നമ്മളിപ്പൊ തന്നെ ഇറങ്ങി കൊടുക്കേണ്ടി വരും, കാരണം അടുത്ത ആൾക്കാർ ഓൺ ദ വേ ആണ്. ഇപ്പോൾ 11:44 ആയി. 11 o'clock ചെക്ക് ഔട്ട്. നമ്മൾ പിന്നെ പുറത്തിറങ്ങി ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തൊക്കെ അങ്ങനെ നിൽക്കണായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? അതെ. പിന്നെ ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റിസോർട്ടും കൂടി, ഇന്ന് സാറ്റർഡേ ആണ്, അപ്പോൾ ഇന്നൊരു റിസോർട്ടും കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു കണ്ടന്റ് ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അതും ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിന്റെ ഓൾറെഡി ഡീറ്റെയിൽസ് എങ്ങനെ ബുക്ക് ചെയ്യണമെന്നുള്ളത് നേരത്തെ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവരും വരിക. പിന്നെ ഇതെന്താ പറഞ്ഞാൽ ഒരിക്കലും ഈ പെയ്ഡ് പ്രൊമോഷൻ അല്ല, നമുക്ക് അതിന് തോന്നി ഇത് ചെയ്യണം. കാരണം എനിക്ക് അത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഡിഫറെന്റ് എക്സ്പീരിയൻസും കൂടിയാണ്. വേറെ ചുറ്റുവട്ടത്തൊന്നും ഒരു മനുഷ്യരില്ല. നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടിയിലാണെങ്കിലും വേറൊരാളില്ല. നമ്മൾ സഹായിക്കുന്ന ചേച്ചിയും ചേട്ടനും അല്ലാതെ വേറെ ആരുമില്ല. ആ ചേച്ചിയും രാത്രി തൊട്ട് രാവിലെ വന്നു. ചേട്ടൻ മാത്രം ഉണ്ടായിരുന്നത്. നമ്മുടെ ഒരു പോർഷൻ പുള്ളി യൂസ് ചെയ്തു. അതൊരു ചെറിയൊരു സേഫ്റ്റി എന്നുള്ളൊരു ഭാഗത്തിന് നമുക്ക് നല്ലതാണ് ഒരാൾ അങ്ങനെ അറിയാവുന്ന ആളുള്ളത്. കാരണം ചുറ്റുവട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, ലേക്കും ടീ അതിന്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഒരു ലോക്കൽ ആള് വേണ്ടത് തന്നെയാണ്. സോ ഞങ്ങൾ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു. അതെ. പിന്നെ ഇവിടെ മാക്സിമം ഒരു 6 ഗസ്റ്റ് വരെയാണ് ഇവർ അലോ ചെയ്യുന്നത്. അതിൽ കൂടുതൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്നുണ്ട്. ബുക്ക് ചെയ്യുമ്പോൾ എന്തായാലും 6 പേരെ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണ്. പിന്നെ ഗ്യാങ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വേറെ റിസോർട്ട് അടുത്ത് ബുക്ക് ചെയ്യാന്നുള്ളൊരു പ്ലാൻ വെക്കണ്ട, ഇവിടെ അടുത്തൊന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ see you later in the next video. Bye. Bye.